ഫ്രണ്ട്സ് എല്ലാവർക്കും ജോണപ്പുരാണ്ട് സാമിന്റെ പുതിയൊരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഐറ്റം. സത്യം പറഞ്ഞ ഒരു റിവ്യൂ വീഡിയോ ആണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ ബോസിന്റെ ഒരു സ്പീക്കർ ഞങ്ങൾ വാങ്ങി. സോ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പം സീരീസ് വരുന്നത് ബോസ് 20 സീരീസ് 3 ആണ്. ബോസ് സൗണ്ട് ടച്ച് 20 സീരീസ് 3. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂ ആണ്. എങ്ങനെ സെറ്റപ്പ് ആക്കാൻ, സൗണ്ട് എങ്ങനെയുണ്ട്, ഇതിനെ പറ്റിയൊക്കെയുള്ള റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് നല്ല അടിപൊളിയാണ്. ഇതേ ഫ്രണ്ടിൽ കാണുന്ന ഈ സാധനം കണ്ടാ ഇതാണ് നമ്മുടെ ഐറ്റം. സംഭവം ഇത്രയും ചെറുതാണെങ്കിൽ സൗണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. അപ്പം ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇവിടെ LED കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്കിനി അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി സംഭവം അൺബോക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സ്റ്റിക്കർ കാണും. അപ്പോൾ നമുക്കിനി അൺബോക്സ് ചെയ്യാം. നല്ല പശ ഉണ്ടോ ഗൈസ്? അപ്പോൾ അതെ, നമ്മൾ സംഭവം അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സംഭവം തുറന്ന് നോക്കാട്ടോ എങ്ങനെയുണ്ട്. സംഭവം ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓ അതെ, സംഭവം ഫസ്റ്റ് തന്നെ നമ്മുടെ റിമോട്ടാണ് കേട്ടോ. നോക്കിയാൽ കാണാൻ പറ്റും. അത് നമുക്കൊരു, എനിക്ക് തോന്നുന്നൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. സംഭവം ഫസ്റ്റ് തന്നെ വരുന്നത് റിമോട്ടാണ്. സംഭവം ഇത് ചുമ്മാ വരുമല്ലോ കേട്ടോ, നമ്മൾ പാക്ക് ചെയ്താണ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റും. അല്ല എന്താ പറയുക, പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പാക്ക് ചെയ്തേക്കുവാണ്. റിമോട്ടും അവിടെ ഇരിക്കട്ടെ. അടുത്ത സാധനം, നമ്മുടെ മെയിൻ സാധനം. അയ്യോ, പേപ്പർ മാത്രമേ ഉള്ളൂ, സ്പീക്കറില്ലേ. അത് നമ്മുടെ ഇതെങ്ങനെയാണെന്നുള്ളത് കണ്ടോ, അത്ര എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ, വേറെ ഭാഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ബോസ് സൗണ്ട് ടച്ച് കൺട്രോളർ ആപ്പ്, സൗണ്ട് ടച്ച് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സെറ്റപ്പ് ചെയ്യണം. ഓ അതെ, ഫൈനലി നമ്മുടെ സ്പീക്കർ കണ്ടോ, സ്പീക്കർ ഇതാണ് ഐറ്റം. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ പുറത്തോട്ട് എടുക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റുള്ള സാധനമാണ്. ഓ അതെ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ചാർജർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചാർജർ. അതായത് 2 ടൈപ്പ് ചാർജറാണ് വരുന്നത്. ഒന്ന് നമ്മുടെ വൈറ്റും ഒന്ന് ബ്ലാക്കും. പക്ഷെ വൈറ്റും ബ്ലാക്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. ബ്ലാക്ക് നമ്മുടെ UK ടൈപ്പ് പിന്നാണ്. അതുപോലെ തന്നെ വൈറ്റ് നോക്കുവാണെങ്കിൽ 2 പിന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിലൊക്കെ പിന്നില്ല, അതായത് കേരളത്തിൽ പിന്നില്ലേ, ആ ഒരു ടൈപ്പ് പിന്നാണ് വരുന്നത്. സംഭവം 2 ചാർജർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ട ബ്ലാക്കാണ്, UK ടൈപ്പ്. ഓക്കെ, ചാർജർ അവിടെ ഇരിക്കട്ടെ, പെട്ടി അവിടെ ഇരിക്കട്ടെ. ഇനി പെട്ടിക്കകത്തില്ല. ഇനി നമ്മുടെ മെയിൻ സാധനം ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മൾ വാങ്ങിയിട്ടുള്ളത് വൈറ്റ് കളറാണ്. ഓ, ഇവിടെ ഒരു സെല്ലോ ടേപ്പ് ഉണ്ട്. ഓഹോ, പോളി വൈറ്റ് മോനെ ഇതാ കാണിച്ചു തരാം. ഒറ്റ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ എടുക്കാൻ, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ വെച്ച് കാണിച്ചത്. കാരണം ഒറ്റ കൈ കൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊന്തിക്കാൻ നോക്കി കഴിഞ്ഞാൽ പൊന്തിയൊന്നും നടന്ന നല്ല വെയിറ്റുള്ള സാധനമാണ്. അവിടെ പുറകിൽ പിടിക്കുന്ന സാധനമുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വേനുണ്ട് കേട്ടോ. നല്ല വെയിറ്റുള്ള സാധനമാണ്. ഉയ്യോ, ഇതാണ് ഐറ്റം. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇനി കറണ്ടിൻ്റെ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു സ്ക്രീനും ഉണ്ട് കേട്ടോ. ടച്ച് സ്ക്രീനല്ല, റിമോട്ടാണ്. ഇതാണ് നമ്മുടെ റിമോട്ടും വരുന്നത്. അതായത് നമ്മൾ ഇതിൽ ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് റിമോട്ടും ആയിരിക്കും കേട്ടോ വരുന്നത്. അത് വേറെ കാര്യം. അപ്പം നമുക്കിനി പിന്നെടുക്കാം. പിന്നെ നേരെ കറണ്ടെ കുത്താം. കറണ്ടെ കുത്തി ഇനി നമുക്ക് ബാക്കിൽ ഇതുണ്ടോ, ബാക്കിൽ കുത്തുന്ന അവിടെ നോക്കാം. എന്താ പൊണ്ണു, നല്ല വെയിറ്റാണ് കേട്ടോ സാധനം. എനിക്ക് തോന്നുന്നൊരു 3-4 കിലോ കാണുന്നു. 3-4 കിലോ എന്തായാലും ഉണ്ട് കേട്ടോ. പവർ അവിടെ നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ USB വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സ് കേബിളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കേ, കണ്ട ഓണായി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്.
സംഭവം ഓൺ ആയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വൈഫൈൻ്റെ ഒരു സ്പീക്കറാണ് കേട്ടോ. അതായത് ഇത് നമ്മുടെ ബ്ലൂടൂത്ത് ഓക്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് ഡയറക്റ്റായിട്ട് കറണ്ട് കുത്തണം. ഞാൻ കാണിച്ച പോലെ ഡയറക്റ്റായിട്ട് കുത്തിയിട്ടുണ്ട്. എന്നാലേ മാത്രമേ ഇത് വർക്കാകത്തുള്ളൂ. ഇനി ബാറ്ററി ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ സൗണ്ട് ടച്ച് അതാണ് കേട്ടോ. നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് ഞാൻ ഇപ്പം നേരത്തെ കുറച്ച് നേരം വീഡിയോ ഓഫാക്കി വെച്ച് ഞാൻ കണക്ട് ചെയ്തായിരുന്നു കേട്ടോ. കണക്ട് ചെയ്യണമെങ്കിൽ സംഭവം സിമ്പിളാണ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കണക്ട് ആയിക്കോളും. അതുപോലെ തന്നെ വൈഫൈൻ്റെ പേര് കണക്ട് ചെയ്യണം. സംഭവം ഈ ആപ്പിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഈ ആപ്പ് വഴി നമുക്ക് പാട്ടും വെക്കാം കേട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സംഭവം ഭയങ്കര ഈസിയാണ്. ഒരു ഫോണിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് വേറെ ഫോണിലേക്ക് കണക്ട് ചെയ്യണം, വീണ്ടും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്പീക്കർ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സ്പീക്കർ റീസെറ്റ് ആയിട്ടുണ്ടാകത്തില്ല. അതായത് തരുന്നയാൾ നിങ്ങൾ ചിലപ്പോൾ റീസെറ്റ് ചെയ്യാണ്ടായിരിക്കും തരുന്നത്. അപ്പം നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ 1ഉം അതുപോലെ തന്നെ വോളിയം -ഉം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഹോൾഡ് 10 seconds ടു റീസ്റ്റോർ ഫാക്ടറി സെറ്റിങ്സ്. അപ്പോൾ ഞാൻ ഞെക്കുന്നില്ല, ഇല്ലെങ്കിൽ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞെക്കി പിടിച്ച് 1 ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വിടുക. അപ്പോഴത്തേക്കും സംഭവം റീസെറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ആദ്യം തൊട്ട് തുടങ്ങണം എല്ലാം. നിങ്ങൾ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങുന്നുണ്ടെങ്കിൽ. ഇതായിട്ട് പറയുവാണെങ്കിൽ ഇതിൻ്റെ ബേസ് ലെവല് ബേസാണ് കേട്ടോ. അതായത് നമ്മൾ ഫുൾ സൗണ്ടൊക്കെ വെച്ചിട്ട് സംഭവം അടുത്ത് പോയി ചെവിയൊക്കെ അടുത്തോണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെവിയൊക്കെ പൊട്ടിപ്പോകും. അതുപോലത്തെ സൗണ്ട് കേട്ടോ. സംഭവം ബേസ് സൂപ്പറാണ്. പക്ഷേ ഇത് വേറെ സീരീസും വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വാങ്ങിയേക്കുന്ന ഏറ്റവും ടോപ്പ് സീരീസ് ആണ്. അതായത് ബോസ് സൗണ്ട് ടച്ച് 20 സീരീസ് 3. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ സീരീസ് 1 ഒക്കെ കിട്ടും. പക്ഷെ 1ന് സൗണ്ട് അത്രയ്ക്ക് കൊണ്ട് പോലെ സൗണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സൗണ്ട് രണ്ടിനും കണക്കാണ്. പക്ഷെ എന്തോ ഒരു വ്യത്യാസമുണ്ട് സീരീസ് 1ന്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സംഭവം സീരീസ് പുതിയ പറയുകയാണെങ്കിൽ സീരീസ് 3 തന്നെയാണ് സംഭവം രസമാട്ടോ. കുറച്ചും കൂടെ ബേസും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. കാരണം എനിക്കൊന്ന് സീരീസ് 1ൽ ഞാൻ വെച്ച് നോക്കിയായിരുന്നു. സീരീസ് 1ൽ സൗണ്ട് അത്രയ്ക്ക് കൊണ്ട് പോയി. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് നല്ല രസമുണ്ട് സൗണ്ടാണ്. പക്ഷെ നമ്മുടെ സൗണ്ട് കുറച്ച് വെക്കുമ്പോഴത്തേക്ക് ബേസ് അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ സീരീസ് 3ൽ അങ്ങനെയല്ല. നമ്മൾ സൗണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാലും നല്ല ബേസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്തായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ എന്താ പറയുക ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. സംഭവം എന്താ പറയുക, ഇതിൻ്റെ ബേസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. സംഭവം നേരെ ആപ്ലിക്കേഷനിൽ കയറുക. അതായത് നമ്മുടെ സൗണ്ട് ടച്ച് സ്പീക്കർ ഈസ് റെഡി ടു പ്ലേ ബോസ് ഓൺ തിയേറ്റർ. അത് ഞങ്ങളിട്ട പേരാണ്. ഇതിൽ 3 മോഡുണ്ട് കേട്ടോ. സോഴ്സ്, അതായത് നിങ്ങൾക്ക് ഫോണിൽ നിന്ന് വേണം അപ്ലൈ ചെയ്യാം. പിന്നെ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സ് ഇട്ട് കഴിഞ്ഞാൽ ഓക്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുണ്ടോ സൗണ്ട് ഇവിടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ സൗണ്ട് ഇപ്പോൾ ഇട്ട് കാണിക്കുന്നില്ല. കാരണം മൂട്ടിങ് സൗണ്ടാണ് കേട്ടോ. അത് നിങ്ങൾ ഒറിജിനൽ വാങ്ങിക്കഴിഞ്ഞാലേ സംഭവം അറിയത്തുള്ളൂ. കാരണം അതുപോലത്തെ സൗണ്ടാണ്. ഇനി അടുത്തത് സ്പീക്കറിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബാസ് റിഡക്ഷൻ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാസ് ഇപ്പം ഹൈ ബാസിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ബേസ് ഫുള്ളിൽ ഇട്ട് വെച്ചേക്കാം കേട്ടോ. കാരണം ബേസ് ഉണ്ടെങ്കിലേ സംഭവം സെറ്റാവുള്ളൂ. ഇപ്പത്തിൽ ക്ലോക്ക് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലോക്ക് കാണത്തുണ്ടാവില്ല. കാണാതാ ഓഫാക്കി കഴിയുമ്പം ക്ലോക്ക് വരും കേട്ടോ. ഇപ്പോൾ ക്ലോക്ക് മാത്രമേ ഇല്ല, ക്ലോക്കില്ല. ക്ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ അതാ ഓണാക്കി ഞാൻ അവിടെ ക്ലോക്ക് വന്നിട്ടുണ്ട്. ക്ലോക്കൊക്കെ ഇപ്പോൾ ഓണാക്കി ഇടുന്നതാണ് കേട്ടോ. അഡ്വാൻസ്ഡ് സെറ്റപ്പ് ഓട്ടോ ഓഫ്, അതായത് പവർ സേവ് ചെയ്യാൻ നമ്മൾ ഈ സ്പീക്കർ നമ്മൾ ഓണാക്കി വെച്ചിട്ട് എങ്ങോട്ടേലും പാട്ട് വെക്കാണ്ട് വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതായത് നമുക്ക് ഓണാക്കിയിട്ടേക്കാം. പ്രത്യേകിച്ച് ഉപകാരമില്ല. ഇപ്പം ബ്ലൂടൂത്ത് ന്യൂ ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിവൈസായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളിപ്പം ബ്ലൂടൂത്ത് ഉള്ള സ്പീക്കർ നോക്കുന്നത്, അതായത് ഇങ്ങനത്തെ ഒരു സ്പീക്കർ ബ്ലൂടൂത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരീസ് 3 വാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞങ്ങൾ ഇതിനു മുമ്പ് സീരീസ് 1 വാങ്ങി. ഇതിൻ്റെ തന്നെ ബോസ് സൗണ്ട് ടച്ച് 20 സീരീസ് 1 വാങ്ങി. സീരീസ് 1 വാങ്ങിയപ്പോഴത്തേക്ക് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓക്സ് മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് എന്ന് പറയുന്ന സംഭവം ഇല്ല. ലാസ്റ്റ് ബ്ലൂടൂത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടറില്ലേ, അഡാപ്റ്റർ, അത് വാങ്ങി ഫിറ്റ് ചെയ്ത് എന്നിട്ടും കണക്ട് ചെയ്യാൻ ഇച്ചിരി പണിയാണ്. ലാസ്റ്റ് ഞങ്ങൾ വേറെ സീരീസ് 3 വാങ്ങിയത്. അപ്പം
അപ്പോഴാണ് മനസ്സിലായത് സീരീസ് 3 മാത്രമേ നമ്മുടെ ബ്ലൂടൂത്ത് ഉള്ളത്. സീരീസ് 2-ലുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ സീരീസ് 3 ആണ് ബെറ്ററും. സീരീസ് 3-ലാണ് നമ്മുടെ ബ്ലൂടൂത്ത് ഉള്ളത്. സീരീസ് 2-ല് ബ്ലൂടൂത്ത് ഉണ്ടോ എനിക്കറിയത്തില്ല, നോക്കേണ്ടി വരും. സംഭവം അതാണ് ഈ സ്പീക്കറിന്റെ പ്രത്യേകത. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്പീക്കർ അവിടെ വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടഡ് സൗണ്ട് പോലെയാണ്. നമ്മുടെ ഡോൾബി അറ്റ്മോസ് അത് കേട്ടിട്ടില്ല, അതുപോലെ തന്നെയാണ്. റിമോട്ടിനെ പറ്റി പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഈ 1 2 3 നമ്പർ ഉണ്ടോ എന്താ സത്യം പറയാം, അത് ഇതിലും ഉണ്ട് നമ്മുടെ സ്ക്രീനിൽ. ഇപ്പോൾ 2 ഞെക്കി കഴിഞ്ഞാൽ എന്താ പ്രീസെറ്റ്, ഓരോ പ്രീസെറ്റ് വെക്കാനുള്ളതാണ്. അതാണ് സംഭവം സത്യം. സംഭവം വേറെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കർ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ വേറെ ഏതൊക്കെ കൺട്രിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ത്യയിൽ ഈ സ്പീക്കർ സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഈ സൗണ്ട് ബാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ തന്നെ ബോസിൻ്റെ തന്നെ സൗണ്ട് ബാർ. അത് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ഇങ്ങനെ കടക്കും കേട്ടോ, വീടിൻ്റെ ഓടൊക്കെ പൊട്ടിപ്പോ അതുപോലത്തെ സൗണ്ടാണ്. പക്ഷെ ഈ ഒരു സ്പീക്കർ, അതായത് സൗണ്ട് ടച്ച് എന്ന് പറയുന്ന ഈ ഒരു ബോസിൻ്റെ മോഡൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള UK-ലാണ്. വേറെ ഏതൊക്കെ കൺട്രിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ UK-ൽ എന്തായാലും സംഭവം ഉണ്ട്, സൗണ്ട് ടച്ച് എന്ന് പറയുന്ന സ്പീക്കർ ഉണ്ട്. എന്തായാലും ഒരു ഹോം തിയേറ്റർ ഒക്കെ വാങ്ങണമെന്നുണ്ട്, നല്ലതായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്പീക്കറാണിത്. ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ബാർ, ബോസിൻ്റെ തന്നെ സൗണ്ട് ബാർ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ 2.5 lakhs ഒക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ ലെവലാണ്. അത് ഹോം തിയേറ്ററിന് പറ്റിയായിരിക്കും കേട്ടോ, തിയേറ്റർ എഫക്റ്റ് ആയിരിക്കും. പക്ഷെ ഇതും അതെ കുറച്ച് എഫക്റ്റ് കുറവാന്നേ ഉള്ളൂ കേട്ടോ, മറ്റേ സൗണ്ട് ബാറിനെക്കാട്ടിൽ. പക്ഷെ സംഭവം സൂപ്പറാണ്. ഒരു ചെറിയ ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ സ്പീക്കർ ബോസ് സൗണ്ട് ടച്ച് 20 സീരീസ് 3. സോ ഇത് UK-ൽ ഈ സ്പീക്കർ എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ വേറെ ഏതൊക്കെ കൺട്രിയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതെന്താ കിട്ടിക്കഴിഞ്ഞാലും ഇത് ഈ ഒരു ചാർജർ ഉള്ളതുകൊണ്ട്, അവിടെ ഇന്ത്യയിലേക്ക് ചാർജർ ഇല്ലേ ആരും, പിന്നെ അതുള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സംഭവം 2 ചാർജറുകൾ കൂടി ഉണ്ട്, കണ്ടോ, ഏത് വേണേലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഇത്തിരി ബാറ്ററി വരാത്തതാണ്, അതായത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ല, അത് വരാത്ത. എനിക്ക് തോന്നുന്നു ബാറ്ററി വന്നു കഴിഞ്ഞാൽ അത്രയും സ്പേസ് പോകും, അതായത് സ്പീക്കർ വെക്കാനുള്ള അത്രയും സ്പേസ് പോകും. അപ്പോൾ അത്രയും സ്പേസ് പോകുമ്പം ഇതിൻ്റെ സൗണ്ടും കുറയും. അപ്പം അങ്ങനെ സൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബാസ് ഒന്നും കാണത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റിവ്യൂ, ഇത്രേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട്. അതായത് നമ്മുടെ ആപ്പിനെ പറ്റി, ആപ്ലിക്കേഷനത്തിൽ നമുക്ക് ബേസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ട്രിബിള് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സംഭവം ബേസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വേറെ സീരീസും വരുന്നുണ്ട്. സീരീസ് 3 ആണ് മാക്സിമം. പക്ഷെ ബോസ് സ്പീക്കർ, ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ബോസ് സ്പീക്കർ 20 സീരീസ് 3 ആണ്. അതുപോലെ തന്നെ വേറെ വരുന്നുണ്ട് ബോസ് സ്പീക്കർ 30 സീരീസ് 3, സീരീസ് 2, സീരീസ് 1 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായം വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ലക്ഷ്മി ജോൺസ് കുര്യൻ ടെക് സൈനിങ് ഓഫ്.